ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? സോ ആനുവൽ എക്സാമിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് മാത്സ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്രെഡിക്റ്റ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും വരുന്നുണ്ട് നമ്മളെ ചോദ്യ പേപ്പറിൽ. അത് കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ പഠിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. നമ്മളെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ തരുന്ന ഓരോ ചോദ്യങ്ങളും കാണുക, മിസ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണുക, എല്ലാ ലൈവുകളും വാച്ച് ചെയ്യുക. പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാം സിമ്പിൾ ആയിരിക്കും. സോ നമ്മൾ എന്തായാലും ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പാർട്ട് നമ്പർ എന്നുള്ള ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം നോക്കി ഒരേ ഭിന്നസംഖ്യയെ സൂചിപ്പിക്കുന്ന ജോഡികളാക്കാനാണ് പറയുന്നത്. അപ്പൊ കണ്ടെത്തിയ തുല്യ ഭിന്നങ്ങൾ ചുവടെയുള്ള കളങ്ങളിൽ എഴുതണം. സോ ആ കളങ്ങളിൽ എഴുതാൻ എനിക്ക് ഗ്യാപ്പില്ല, ഞാൻ അതുകൊണ്ട് സൈഡിൽ എഴുതുന്നുണ്ട്. എൻ്റെ കുട്ടികൾ കൃത്യമായിട്ടുള്ള ആൻസർ ആണോ കിട്ടിയാൽ നോക്കുക. A, H ഒരേപോലെയാണ് വരുന്നത് അല്ലെ, തുല്യ ഭിന്നങ്ങളാണ്. A എന്ന് പറഞ്ഞാൽ 2/4 ആണെന്ന് പറയുന്നു, H എന്ന് പറഞ്ഞാൽ 1/2 ആണെന്ന് പറയുന്നു. നോക്കാം നമുക്ക്. ഞാൻ ഓരോന്നും നോക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ഉണ്ട്, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. സോ നമുക്ക് നോക്കാം. ചോദ്യം എ പാർട്ടിന് ഞാൻ എങ്ങനെയാ മുറിച്ചത് നോക്കിക്കേ. ഒരു സർക്കിളിനെ 4 ഈക്വൽ പീസാക്കി അതിൽ 2 കളർ ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുതി? 2/4 എന്ന് എഴുതി. സോ ഇത് ഈക്വൽ ആയിട്ടുള്ളത് വേറെ എവിടെയാണ്? എച്ചുമായിട്ടാണ്. എച്ച് എങ്ങനെയാ വരുന്നത്? സോ ഞാൻ എക്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ 2 ഈക്വൽ പീസാക്കിയതിൽ ഒരെണ്ണമാണ്. അപ്പൊ എ എങ്ങോട്ട് ജോയിൻ ചെയ്യാം? എച്ചിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റി. എച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. എച്ചിന്റെ ഫ്രാക്ഷൻ 1/2 ആണ്. രണ്ടും ഈക്വൽ അല്ലേ? ഈക്വൽ ആണ്. ഇനി അടുത്ത ആളെ നോക്കാം. അടുത്ത ആള് ബി ആണ് കേട്ടോ. ബി എന്തിനോട് ഈക്വൽ ആണെന്ന് നോക്കുന്നതിന് മുൻപ് ബി എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കാം. ബി എന്നുള്ള ഈ ഒരു സർക്കിളിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് തന്നെ മക്കൾ ശ്രദ്ധിക്കണേ. എത്ര കള്ളികളായിട്ട് മുറിച്ചിട്ടുണ്ട്? 8 പീസുകളാക്കി മുറിച്ചു. 8 പീസിൽ 1 2 3 4 5 6 6 കളർ ചെയ്തു. അപ്പൊ 8 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 6/8 എന്ന് എഴുതാം. സോ ഇത് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ ആരാണെന്നാണ് എന്റെ ചോദ്യം. ആരാണ്? ഇ എന്ന് പറയുന്നതാണല്ലേ. ഇതുകൊണ്ട് ഇ ആണ്. ഇ എങ്ങനെ എഴുതിയാൽ നോക്കാം നമുക്ക്. ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 4 പീസാക്കി കട്ട് ചെയ്തു. ഈ 4 പീസാക്കി കട്ട് ചെയ്തതിൽ 3 ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് പറയാം. ശരിയല്ലേ? 6/8 നിന്ന് നേരെ പകുതിയാക്കിയാൽ 3/4 കിട്ടും. സോ സെയിം ഫ്രാക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ആളെ നോക്കാം. അടുത്ത ആള് സി ആണ്. സോ ഞാൻ സീനെ എടുത്തു. സീനെ നമ്മൾ എത്ര ഭാഗമായിട്ട് കട്ട് ചെയ്തു എന്നുള്ളത് നോക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിക്കുക. 1 വളഞ്ഞൊക്കെ പോകുന്നുണ്ടല്ലോ ഗൈസ്. ഓക്കെ, ശ്രദ്ധിക്കണം. ഞാനിവിടെ നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മുറിച്ച് കാണിച്ചിരുന്നത്. അപ്പൊ നോക്കാം എത്ര ഭാഗങ്ങളാക്കി. 1 2 3 4 5 6 6 ഈക്വൽ പീസാക്കി മുറിച്ചു. അതില് 1 2 3 4 കളർ ചെയ്തു. അപ്പൊ 4/6 എന്ന് എനിക്ക് അതിന് എഴുതാൻ വേണ്ടി പറ്റി. 4/6. സി 4/6 ആണ്. സോ അതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരാൾ ആരാണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ആരായിരിക്കും? നേരെ പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നേരെ യോജിപ്പിക്കാം. ആരോട്? ജിയുമായിട്ട് ഞാൻ യോജിപ്പിച്ചു. ജിയോട് തന്നെ ഞാൻ യോജിപ്പിച്ചു. സോ ജി എത്ര വരുന്നുണ്ട് നോക്കാം. ജിയും ഞാനൊന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈക്വലി ഞാൻ 3 കഷ്ണമാക്കി. 3 2 കളർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. 2/3 ശരിയല്ലേ? 2/3 ഓക്കെ ആണോ? 2/3. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? 4/6 2/3 ഈക്വലി ആയിട്ട് പറയാൻ പറ്റും അല്ലേ? 4നെയും 6നെയും ഒന്ന് ചെറുതാക്കി നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് നേരിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. ഏതാണ്? ഡി ഈസ് ഈക്വൽ ടു എഫ് ആണ്. അതിന്റെ ഫ്രാക്ഷൻ എങ്ങനെയാ വരിക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ പറയണം. ഇവിടെ വരുന്ന ഡിയുടെയും അതുപോലെ തന്നെ എഫിന്റെയും ഫ്രാക്ഷൻസ് ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ്. സോ ആ ഫ്രാക്ഷൻസുകൾ ഏതൊക്കെയാണ്, അത് ഇക്വലന്റ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫ്രാക്ഷൻ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. സോ എന്റെ മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആനുവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഇനി നമ്മൾ പോകുന്നത് നമ്മളെ 6ാം ക്ലാസ്സിലേക്കാണ് അല്ലേ. അപ്പൊ 6ാം ക്ലാസ്സിൽ നമ്മളെ കൂടെ ശൈലത്തിന് കൂടെ വജ്ര ബാച്ചിലെ എന്റെ കുട്ടികളെ ആദ്യമേ ഇരുന്ന് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിച്ച് നമുക്ക് മുൻപോട്ടേക്ക് പോകാം. അപ്പൊ എല്ലാവരും വജ്ര ബാച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു വർഷവും കൂടെ എന്ത് ചെയ്യണം? കളർഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മളെ 6ാം ക്ലാസ്. അപ്പൊ മറക്കണ്ട, ഇത് നമ്മളുടെ താഴെ കാണുന്ന ഈ ഒരു ഡിയും എഫും ഏതൊക്കെ ഫ്രാക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ അതിന് കമന്റ് ബോക്സിൽ പറയാം. സോ അടുത്തൊരു ലൈവില് കാണുന്നത് വരെ ബൈ ബൈ, സീ യു.